ആലപ്പുഴ, കായംകുളം, കൊല്ലം, ആറ്റിങ്ങൽ വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ അതിന് പോകത്തില്ല, അതിന്റെ ടയർ പൊട്ടിപ്പോയിരിക്കുകയാണ്. തൃശൂർ, അങ്കമാലി, ചാലക്കുടി വഴി കോഴിക്കോടിന് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് പറഞ്ഞ് അത് പോവുകയും ചെയ്തു. എവിടെ പോയി കിടക്കാം? 1, 2, 3, 4, 5 ഓരോരുത്തരെ ലിസ്റ്റ് അനുസരിച്ച് വിളിക്കാൻ പറ്റൂ. ഇവിടെ വരാൻ ഇന്നത്തെ ദിവസം എന്ന് അറിയോ? ഇവിടെ ഇന്റർവ്യൂ നടക്കുന്ന ദിവസമാണ്. KSRTC ഡ്രൈവർ തസ്തികയുടെ ഇന്റർവ്യൂ ആണ്. ഇഷ്ടംപോലെ ആൾക്കാരോട് വന്നിട്ടുണ്ട്. നീ ആരെങ്കിലും ഒന്ന് കടത്തി വിടുന്നു? ഇഷ്ടം പോലെയോ? 2 പേരേ ഉള്ളൂ സാറേ. കഷ്ടം. 2 പേരേ വന്നിട്ടുള്ളൂ. 2 പേരെ ആകെ ഉള്ളൂ. അതിലെ ഒരുത്തൻ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കൊരു സംശയം. അതെന്താ? അവനോട് എന്ത് ചോദിച്ചാലും അവൻ ഡാൻസ് ചെയ്ത് കാണിക്കുന്നു. പേര് ചോദിച്ചു, അപ്പൊ അവൻ ഡാൻസ് ചെയ്ത് കാണിച്ചു. വീഡിയോ ചോദിച്ചു, അതും അവൻ ഡാൻസ് ചെയ്ത് കാണിച്ചു. എന്ത് പറഞ്ഞാലും അവന് ഡാൻസ്. ആധാരം കുഴപ്പമില്ല, ഏത് മിടുക്കനായാലും അവനെ കൊണ്ട് കടത്തിവിട്. എന്നാലും അത്ര ആൾക്കാരെ പറ്റുമോ സാർ? നമുക്ക് അതായാലും മതി, നീ കടത്തിവിടവനെ. അല്ല, ഞാൻ കയറ്റി വിടണോ? പിന്നെ കയറ്റിവിടല്ലോ, കുഴപ്പമില്ലല്ലോ. സുപ്രഭാതം. നമസ്കാരം. സുപ്രഭാതം സുപ്രഭാതം എന്ന് പറഞ്ഞില്ലേ? ഇവിടെ സുപ്രഭാതം ഒന്നും വേണ്ട. ഇവിടെ ഒന്നാമത്തെ KSRTC ഇപ്പോ കുറച്ച് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യണമെന്ന്. ഇയാള് സുന്ദരനാണല്ലോ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഇവിടെ താൻ സിനിമയ്ക്ക് പോകുമ്പോന്നാണോ? ഇവിടെ സിനിമയൊക്കെ പിന്നാട്ടെ, ഇവിടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാലേ നമ്മുടെ ഒന്നാമത്തെ KSRTC നഷ്ടത്തിലാണ് ഓടുന്നത്. എന്റെ ഈശ്വര, അപ്പൊ ഡീസൽ ഒഴിച്ചല്ലേ ഓടുന്നത്? അതല്ലേ പറഞ്ഞത്, KSRTC മൊത്തം നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പൊ KSRTC നല്ല പ്രഗത്ഭമായിട്ടുള്ള ചെറുപ്പക്കാരെ ഇന്ന് ഇന്റർവ്യൂ ചെയ്തെടുക്കും. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. സാർ എത്ര ആൻസേഴ്സ് വേണമെങ്കിലും ചോദിച്ചോ, എല്ലാത്തിനും ഞാൻ ക്വസ്റ്റ്യൻ പറയാം. കറക്റ്റായിട്ട് പറയാം. പറഞ്ഞാ ശരി. എന്താണ് എന്റെ പേര്? എന്റെ പേര് പുഷ്പൻ. ഇഷ്ടമുള്ളവരെ പുഷു എന്ന് വിളിക്കും. ഞാനെന്ത് വിളിക്കണം? സാറിനെ പുഷ് എന്ന് വിളിച്ചാൽ മതി. പുഷ്. കൊള്ളാം. എന്താണ് പുഷുവിന്റെ അച്ഛന്റെ പേര്? അയ്യപ്പൻ. അമ്മയുടെ പേരോ? അയ്യപ്പി. ആഹാ, ഇയാൾ അത് കൊള്ളാലോ. പുഷു അല്ലേ? പുഷു ഇവിടെ KSRTC ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് പുഷുവിന് എന്തായിരുന്നു പരിപാടി? എനിക്ക് ഡാൻസ് പഠിപ്പിക്കില്ലായിരുന്നു സാറേ. എന്തോരം പിള്ളേരെ ഉണ്ടായിരുന്നു അറിയാമോ? വീട് വിടാന്തരം കയറി തന്നെ പഠിപ്പിക്കലോട് തന്നെ പഠിപ്പിക്കില്ലേ. പക്ഷെ ഇപ്പൊ ഞാൻ ഡാൻസ് പഠിപ്പിക്കലെല്ലാം നിർത്തി. ഒരു ഡാൻസ് എന്ന് പറഞ്ഞ സിനിമയിലേക്കുള്ള പുതിയ എൻട്രിയാണ്. എന്റെ പൊന്ന് സാറേ, സിനിമയിൽ പോയാൽ പൊട്ട സ്വഭാവം പഠിക്കും. അതൊക്കെ തന്നെ തോന്നല. ഇവിടെ മഞ്ജു വാര്യർ, ദിവ്യാണി അവരൊക്കെ നൃത്തത്തിലൂടെ അല്ലേ നേരെ. മഞ്ജുവിന്റെ ദിവ്യയുടെ ഒന്നും കാര്യം പറഞ്ഞ എനിക്കറിയാം. മഞ്ജുവിന് ഇത് പറ്റുമോ? മഞ്ജുവിന് ഇത് ദിവ്യക്ക് പറ്റുമോ? പറ്റില്ല. ഈ ഡാൻസ് പഠിപ്പിക്കൽ കഴിഞ്ഞ എന്തായിരുന്നു ഇപ്പൊ കൂട്ടിക്കൊടുപ്പാ. പൊന്നു സാറ് ചരലും മണലും എല്ലാം കൂടെ വാർക്കപ്പണിക്ക് പോവാണെന്ന് സാറ് തെറ്റിദ്ധരിച്ചു. അതിന് വാർക്കപ്പണിക്ക് പോയാലേ ഇപ്പൊ എന്ത് കിട്ടും ശമ്പളം? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 150 രൂപ കിട്ടും. എനിക്ക് 125 പിന്നെ ഒരു തെയ്യാരേന്ന്. ശരി പുരുഷു, ഇയാളെ സുന്ദരനാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്കൊക്കെ പിന്നെ പോകാം. ചോദിച്ചോളൂ. പുറത്ത് പറയില്ല, എനിക്ക് ഈ ഡാൻസ് എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? പുരുഷു, എനിക്ക് വേണ്ടി 2 സ്റ്റെപ്പ് ഒന്ന് കാണിക്കാവോ? കാട്ടട്ടെ. എന്ത് സ്റ്റെപ്പ്? സാറ് തെറ്റിദ്ധരിച്ചു. കാണിക്കട്ടെ. 1, 2, 3, 4. തുണിക്കാരാ മാറുന്നു, ചിലപ്പം കൊത്തും. കൊത്തി ഒന്നും അറിയില്ല സാധനം. എന്റെ പൊന്നോ, ഇതൊന്നും വേണ്ട, ഡാൻസ് പഠിപ്പിക്കലൊന്നും വേണ്ട. നമുക്ക് അടുത്തായിട്ട് എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് പുഷുവിന്റെ ക്വാളിഫിക്കേഷനെ പറ്റിയാണ്. അതായത് പുഷു ഏതുവരെ പഠിച്ചു എന്ന് പറയും. എന്റെ പൊന്ന് സാറെ, ഡിഗ്രിക്ക് പോകണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വാസുചേട്ടൻ എന്റെ ഫോം എല്ലാം പൂരിപ്പിച്ച് തന്നതാ. ഞങ്ങൾ കോളേജിൽ ചേരാൻ ചെന്നപ്പോഴാണ് അറിയണത് 10ാം ക്ലാസ് പാസ്സാവണമെന്ന്. 10ാം ക്ലാസ് പാസ്സായില്ലേ? അപ്പൊ 8, 9 ഇയാൾ വന്ന് പാസ്സാക്കി തരുമോ? സൂക്ഷ്മം പറഞ്ഞാൽ 4 വരെ പോയിട്ടുള്ളൂ. ശരി, 4 വരെയൊക്കെ പോക്കുവാന്നുമല്ല. ഇനിയിപ്പോ പുരുഷന്റെ സെൻസ് അറിയാൻ വേണ്ടി, തനിക്ക് സെൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ. എനിക്ക് ഇത്തിരി കൂടുതലാ. എന്ത് സാറ് പറഞ്ഞ സാധനം അത് നല്ല അടികിട്ടാഞ്ഞോ? സെൻസ് എന്ന് പറയുന്നത് തനിക്ക് അറിവുണ്ടോ എന്ന് അറിയാൻ ചോദിച്ചോളൂ. അതായത് ഫസ്റ്റ് ചോദ്യം, കോഴിക്ക് മുല വന്നാൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഉണ്ടോ? ഈ പഴഞ്ചൊല്ല് പ്രാബല്യത്തിൽ വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ബ്രേസറിന് വില കൂടും. അമ്പടം എടുക്കാനാണ് കൊള്ളാമല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോ. ഈ മണ്ണിരയുടെ ഭാഗം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അയ്യോ പൊന്നു സാറേ, സിമ്പിൾ അല്ലേ? നമ്മളൊരു മണ്ണിരനെ ഇങ്ങനെ കയ്യിലെടുക്കുക, ഒരു മേശപ്പുറത്ത് ഇങ്ങനെ മലത്തിൽ കിടത്തുക. വേദന എടുപ്പിക്കരുത്. തത്തമ്മച്ചുണ്ടൻ, സ്പൂണുമൂക്കൻ, തല്ലി ഞാൻ. എന്നിട്ട് നമ്മുടെ മണ്ണിരയുടെ വയറ്റ് ഭാഗത്ത് ഇങ്ങനെ ഇക്കിളിട്ട് കൊടുക്കുക. അപ്പൊ ചിരിക്കണ ഭാഗം വായ് ഭാഗം. അമ്പടം എടുക്കാനാണ് കൊള്ളാമല്ലോ. താങ്ക് യു. ഇനി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ ചോദിച്ചോളൂ. അതായത് ആദ്യത്തെ ചോദ്യം ചോദിച്ചോളൂ. ഇമ്പോർട്ടൻസ് ആണ്. ഇതിൽ കറക്റ്റ് ആൻസർ എത്ര ആൻസേഴ്സ് ചോദിച്ചോളൂ, എല്ലാത്തിനും ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ശരി, ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേരെന്ത്? KR നാരു. KR നാരായണൻ. പക്ഷെ ഞങ്ങളുടെ ആൾക്കാർ അദ്ദേഹത്തെ KR നാരു എന്നേ വിളിക്കും, ഷോർട്ട് ഫോം. അത് ശരി. രണ്ടാമത്തെ ചോദിച്ചോളൂ. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്ര? ഏകദേശം ഒരു 8000 അടി ഉയരം ഉണ്ടാവും. അമ്പടം എടുക്ക. തനിക്ക് ജോലി കിട്ടുന്ന ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട് സാറ്, വിചാരിച്ച നടക്കും. ശരി, ഇനി നാലാമത്തെ ചോദ്യം ചോദിച്ചോളൂ. ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? എന്റെ ദൈവമേ, അത് വലിയൊരു ചോദ്യമാണല്ലോ. എന്റെ കവിയൂർപ്പന്നമേ, എന്റെ അടൂർ പങ്കജ്, എന്റെ തെസ്നീഖാനെ, ഇതൊക്കെ ആരോടോ? ഇവരൊക്കെ എന്റെ ദൈവങ്ങളാണ്. ഞാൻ ഇവരെ വിളിച്ചോണ്ടിരുന്ന ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? അതിന്റെ കറക്റ്റ് ആൻസർ പറ. കൃത്യമായിട്ടൊന്നും പറയാറായിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും അതേക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. മിടുക്കൻ. ഇനി അവസാനത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇതോടെ ശരിയാക്കി ജോലി ഉറപ്പാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന്? എന്റെ ദൈവമേ, 1917 ശ്രമിച്ചു, നടന്നില്ല. 1947 നടന്നു. നമ്മുടെ ഇയാള് മിടുക്കലാണല്ലോ. താൻ ഇമ്പോർട്ടന്റ് കറക്റ്റ് ആൻസർ പറഞ്ഞു. തനിക്കൂടെ ജോലി ഉറപ്പാണ്.
ഞാൻ പോയി MD ഒന്ന് കണ്ടിട്ട് വട്ടെ. തെണ്ടിയോ? തെണ്ടിയാലോട് MD കേൾക്കണ്ട, നല്ല ജോലി പോകും. സാറേ എന്നെ നമുക്ക് സിനിമയ്ക്ക് പോകണം. പോകാം. ജോലിയുടെ കാര്യം മറക്കരുത്. മറക്കില്ല. തത്തമ്മച്ചുണ്ടൻ ഞാൻ കണ്ടിട്ട് വരാം. പൂണുമൂക്കൻ തല്ലി ഞാൻ തുണിക്കാരാ തുണിക്കാരാ ലല്ലാ 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 ലൽ. സുന്ദരനാണല്ലോ, സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്ക് പോവാം. ഇവൻ എന്റെ വില കളയും. അതെ സഹോദര, സഹോദരൻ ഇവിടെ ഇന്റർവ്യൂവിന് വന്നതാണോ? ദേഹത്ത് തൊടണ്ട, കാര്യം പറഞ്ഞോളൂ. ഞാനും ഇന്റർവ്യൂവിന് വന്നതാണ്. ആണോ? ഈ ജോലിത്തിരക്കാരൻ എനിക്ക് ചോദ്യത്തിരങ്ങളൊന്നും പഠിക്കാൻ സാധിച്ചില്ല. കശ്മലൻ, പിന്നെ ഇയാളെന്തിനും ഇങ്ങോട്ട് പോണത്? സഹോദരന്റെ ചോദ്യത്തിരങ്ങൾ എന്നോട് പറയാൻ വളരെ ഉപകാരമായി. അയ്യോ, എനിക്ക് ഒട്ടും സമയമില്ല. ഇത് കഴിഞ്ഞ് 2 പേരോട് സിനിമയ്ക്ക് പോകാനുള്ളതാ. ഒരു കാര്യം ചെയ്യും, എന്നോട് ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഈ ചേട്ടൻ അങ്ങോട്ട് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. 5 ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. ഞാൻ പറഞ്ഞു തരട്ടെ ഉത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം KR നാരായണൻ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം KR നാരായണൻ. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഏകദേശം 8000 അടി ഉയരുണ്ടാവും. ഏകദേശം ഒരു 8000 അടി ഉയരം വരും. മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ആഗ്രഹമുണ്ട് സാറ് വിചാരിച്ചാൽ നടക്കും. ആഗ്രഹമുണ്ട് സാറ് വിചാരിച്ചാൽ നടക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ടൊന്നും പറയാനായിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും അതേക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. കൃത്യമായിട്ടൊന്നും പറയാൻ സാധിക്കത്തില്ല. ശാസ്ത്രജ്ഞന്മാർ അതിനെ കുറിച്ച് ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അത് പറഞ്ഞാൽ ജോലി കിട്ടുള്ളൂ. തത്തമ്മച്ചുണ്ടാ. അതിനുള്ള ഉത്തരം എന്താണെന്ന് അറിയാമോ? 1917 ശ്രമിച്ചു, നടന്നില്ല. 1947 നടന്നു. 1917 ശ്രമിച്ചു, നടന്നില്ല. 1947 നടന്നു. അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം. താങ്ക് യു. സിനിമയ്ക്ക് പോവാം. എന്റെ കൂടെ സിനിമയ്ക്ക് വരാതെ ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവാണ്ട് പോട്ടെ. തോണിക്കാരോ, എനിക്ക് ആകെ വലിച്ചു കയറ്റാനുള്ള ആദ്യമായിട്ട് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. നമസ്കാരത്തിന് എത്ര നീളം? നമസ്കാരം പറഞ്ഞപ്പോ ഏമ്പക്കം കയറി വന്നതാ. ഏമ്പൊക്കെ പിന്നെ കേട്ടാം. ഇവിടെ ഇന്റർവ്യൂ ഒന്നാമത് ഒരുത്തിനെ ഓടിച്ചുട്ട പാടം നിൽക്കുക. എന്റെ പൊന്നു സാറെ, ചോദ്യത്തിന് ചോദിക്കും. ജോലി ചെയ്യാൻ വെമ്പലായിട്ട് വന്നിരിക്കില്ലേ ഞാൻ? ഇതുപോലെ വെമ്പൽ കൊള്ളുന്ന ചെറുപ്പക്കാരാണ് KSRTC. എന്റെ പൊന്നു സാറ്, സാറ് ചോദ്യങ്ങൾ ചോദിക്കും. ശരി, പ്രധാനമായി 5 ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ചോദിക്കാൻ. ചോദിക്കും. ഈ 5 ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചോദിക്കും. ഞാൻ ഉത്തരം പറയുന്നത്. ശരി, ഫസ്റ്റ് ചോദ്യം. എന്താണ് തന്റെ പേര്? എന്റെ പേര് KR നാരായണൻ. ഇനി 4 ചോദ്യം കൂടെ ചോദിക്കും. തനിക്ക് എത്ര അടി ഉയരമുണ്ട്? ഉദ്ദേശം 8000 അടിയോളം ഉയരം വരും. ഇനി 3 ചോദ്യം കൂടെ ചോദിക്കും. ഇവിടെ താൻ കല്യാണം കഴിച്ച് തനിക്ക് കുട്ടികളുണ്ടോ? ആഗ്രഹമുണ്ട്. സാറ് വിചാരിച്ചാ നടക്കും. 2 ചോദ്യം കൂടെ. ഇവിടെ തനിക്ക് ഭ്രാന്തുണ്ടോ? കൃത്യമായിട്ടൊന്നും പറയാൻ സാധിക്കത്തില്ല സാറേ. ശാസ്ത്രജ്ഞന്മാർ അതിനെ കുറിച്ച് ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ താൻ എന്നാ ജനിച്ച്? 1917 ശ്രമിച്ചു, നടന്നില്ല. 47 നടന്നു. ഇറങ്ങി പോടാ.